ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ദേ രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രാവിലത്തെ വീഡിയോ അല്ല കേട്ടോ, ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ്. രാവിലെ തന്നെ നമ്മൾ പല്ലിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. 8 മണിയൊക്കെ ആയപ്പോൾ അപ്പോഴാണ് മഴ പെയ്തതാണ്. അപ്പോൾ പിന്നെ ഇന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്ന് 8:30 ആയപ്പോൾ മഴ തോർന്നപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വഴുകി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടോക്കൺ കിട്ടാനൊക്കെ വഴുകിയിട്ട് അങ്ങനെ പിന്നെ വരാനൊക്കെ ഒരുപാട് വഴുകും കേട്ടോ. അപ്പോൾ അത് കാരണം നേരത്തെ 8 മണിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ടോക്കൺ കിട്ടിയാൽ വേഗം നമ്മൾ പണി കഴിഞ്ഞ് പോരാലോ എന്നൊക്കെ വിചാരിച്ച് പോയതായിരുന്നു. പക്ഷേ ബാക്കി ഞാൻ പറയാം. നല്ല മഴയായിരുന്നു ഇന്നിട്ടോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറന്നു പോവല്ലേ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞങ്ങൾ റെഡിയാക്കി ഇങ്ങനെ നിന്നതായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഇങ്ങനെ മഴ പെയ്ത് തോർന്നപ്പോൾ പിന്നെ ഞാൻ വേഗം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതാണ് കേട്ടോ. എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. പോണ വീഡിയോസ് ഒന്നും എനിക്ക് സാധാരണ എടുക്കാൻ പറ്റാറില്ല. കാരണം കയ്യിൽ അതും ഇതൊക്കെ ആയിട്ട് കുറേ കവറുകളും ബാഗുകളും എല്ലതും പിടിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റാറില്ല. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇന്ന് 2ാം ശനി ആയതുകൊണ്ട് ദന്തിസ്റ്റ് ലീവാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു സൈക്കിൾ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൂസിൻ്റെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, ബൈസൈക്കിളില്ലേ 3 ചക്രമുള്ള സൈക്കിൾ, ആ ഒരു മനുവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൈക്കിളിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നല്ല നല്ല ഭംഗിയുള്ള സൈക്കിളുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നേരത്തെ ആയതുകൊണ്ട് കട തുറന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആൾ കട തുറന്നിട്ടുണ്ട്. സൈക്കിളും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്കൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഒന്നും എടുക്കാം, തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അതേ ഞാൻ അവിടെ ഒരു സൈക്കിളിൽ അപ്പൂസിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഴില്ല, അതിൻ്റെ 2 സൈഡിലും ചക്രം വെച്ചിരിക്കുന്ന സൈക്കിളാണ് കേട്ടോ. അപ്പോൾ അവനതങ്ങനെ ഉരുട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല സാഹചര്യങ്ങളൊത്ത് വന്നപ്പോൾ നല്ലൊരു രീതിയിൽ അവന് കളിക്കാനൊക്കെ പറ്റിയിട്ടോ. പിന്നെ അതേ അപ്പൂസിനൊക്കെ 2 ട്രൗസറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിടാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ അംഗനവാടിക്ക് ഇടാലോ എന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനി മഞ്ചേരി പോകുന്ന സമയത്ത് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ ഇതേ ഒരു തോർത്തും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിലൊക്കെ മഴ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് മഴ നിൽക്കും, പിന്നെയും പെയ്യും, പിന്നെയും നിൽക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ഞങ്ങളിതൊക്കെ വാങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു കളർ തോർത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ള തോർത്താണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. ഈ വെള്ള തോർത്തൊക്കെ എങ്ങനെ നോക്കിയാലും നല്ല കട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാവുമ്പോൾ നല്ല കട്ടി കുറഞ്ഞ നൈസ് തുണിയായിട്ടാണ് ഈ ഒരു തോർത്ത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അംഗനവാടിക്കൊക്കെ പോകാനും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചെരുപ്പ് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ സാധാരണ ഷൂ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നതേ. അപ്പോൾ അതുകൊണ്ട് അത് അംഗനവാടിക്ക് ഇടാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും മുറ്റത്ത് അല്ലാതെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വാങ്ങിച്ചരോ എന്ന് ചോദിച്ച് കയ്യും കാലൊക്കെ പിടിച്ചൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അപ്പൂസിനൊരു ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഷൂ ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ശരിയായിട്ടില്ല, ഒന്നും ശരിക്ക് എന്താ പറയുക, ആൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതേ നമ്മളെ തുണികളും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് മഴയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ടയർ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സൈക്കിളിന് വേണ്ടിയിട്ടാണ് ടയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മനു ഉപയോഗിച്ചിരുന്ന സൈക്കിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ മുൻഭാഗത്തുള്ള ടയർ ഉണ്ടല്ലോ, അതിങ്ങനെ ചുമരുമലൊക്കെ ഇടിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗമൊക്കെ ഞെളുങ്ങി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇത് ടയർ കിട്ടും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ച് സമയത്ത് അങ്ങനെയാണ് ഇങ്ങനെ ടയർ ഉണ്ടാവുക, ടയർ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ ടയർ ഊരി കൊണ്ടുപോയതാണ്. അങ്ങനെ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് അതേ മോഡൽ ടയറല്ല കേട്ടോ, പക്ഷെ എന്നാലും അതേ അളവിലുള്ളൊരു ടയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അതേ ഏട്ടനതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പൂസിന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സൈക്കിൾ അപ്പൂസിന് അംഗനവാടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, റെഡ് കളറിൽ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇരുന്ന് നല്ല കളിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നാക്കി കൊടുത്തു, അങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു.
പിന്നെ അതേ അതിൽ അപ്പൂസ് എന്താ വെച്ചാൽ അത് കിട്ടിയ ഒരു ത്രില്ലിൽ ഇതുവരെ അവനെ ഓടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഓടിക്കാൻ കഴിയില്ലായിരുന്നു. അത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിൽക്കും കേട്ടോ. ആ ഞെളുങ്ങിയ ഭാഗത്തെത്തുമ്പോൾ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കിട്ടിയ ത്രില്ലിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മനുവിൻ്റെ മുടിയൊക്കെ വെട്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൂസ് ഉറങ്ങിയ ഒരു ടൈമിൽ മുടിയൊക്കെ വെട്ടിക്കാൻ വേണ്ടി ഏട്ടൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ വന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ രാത്രിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ. രാത്രി ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉച്ചയ്ക്ക് വേഗം മീൻ കറി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു സവാളയും കൂടി ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് അതും ഇട്ടൊന്ന് വാട്ടിയിട്ട് ഒരു ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അത് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അതുപോലെ തേങ്ങ അരച്ചപ്പോൾ അതിൽ പെരുംജീരകം, വലിയ ജീരകമല്ലേ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ഉപ്പൊക്കെ ഇട്ട് തിളച്ചതിന് ശേഷം അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ടുണ്ട്. പാത്രം കഴുകി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കറണ്ട് പോയാലും വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റാക്കി രേഖപ്പെടുത്താനും മറക്കല്ലേ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ, സീ യു, താങ്ക് യു.